സ്ക്വിഡ് ഗെയിമിനെ പോലെ സർവൈവൽ ത്രില്ലർ ഇഷ്ടപ്പെടുന്ന ആളുകൾ തീർച്ചയായും കണ്ടു നോക്കേണ്ട ഒരു സീരീസാണ് ആലീസ് ഇൻ ബോർഡർലാൻഡ്. 2020 നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയ ഒരു കിടിലൻ ജാപ്പനീസ് ത്രില്ലർ സീരീസാണ് ആലീസ് ഇൻ ബോർഡർലാൻഡ്. സർവൈവൽ ത്രില്ലർ എന്ന ജോണറിനോട് 101% നീതി പുലർത്തിയ ഒരു അടാറായിട്ടും തന്നെ പറയാം. 2 സീസണുകളാണ് ഈ ഡ്രാമയ്ക്കുള്ളത്. ആദ്യം തൊട്ട് അവസാനം വരെ ഓരോ എപ്പിസോഡിലും നമ്മുടെ നെഞ്ചിടിപ്പ് കൂട്ടുകയും നമ്മൾ ഒരുപാട് എൻഗേജ്ഡ് ആയിട്ട് ഇരുത്തുകയും ചെയ്യും. സ്റ്റാർട്ടിങ്ങിലെല്ലാം ഗംഭീരമാക്കി ക്ലൈമാക്സിൽ കൊണ്ട് തൊലച്ചല്ലോ എന്നുള്ള പരാതിയും വേണ്ട. നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ക്ലൈമാക്സ് തന്നെയായിരുന്നു ഇതിന്. അപ്പൊ നമുക്കിതിന്റെ കഥ നോക്കാം. ഇതാണ് നമ്മുടെ ഹീറോ അരിസു. ഇതവന്റെ ഫ്രണ്ട്സ്. ഇവർക്ക് എല്ലാവർക്കും പേഴ്സണലായിട്ട് കുറെ പ്രശ്നങ്ങളുണ്ട്. എന്നാലും എപ്പോ ഒരുമിച്ച് കൂടിയാലും ഭയങ്കര ജോളിയായിരിക്കും. അങ്ങനെ ഒരു ദിവസം ഇവർ മൂന്നുപേരും ചേർന്ന് ഒരു മാളിലൊക്കെ പോയി ചുമ്മാ കറങ്ങി നടക്കുകയാണ്. അതിനിടയ്ക്ക് റോഡിൽ ഒരു കുരുത്തക്കേട് ഒപ്പിച്ചതിന്റെ പേരിൽ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഇവരുടെ പുറകെ വരികയാണ്. മൂന്നും കൂടി ഓടിച്ചെന്ന് ആ മാളിനകത്തുള്ള ടോയ്ലറ്റിൽ കയറി ഒളിക്കുകയാണ്. കുറെ നേരം ആരൊക്കെ പുറത്തുനിന്ന് മുട്ടുന്നുണ്ടെങ്കിലും ഇവർ ഡോറ് തുറക്കുന്നില്ല. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞതും അവിടെ മൊത്തം പവർ കട്ട് ആവുകയും ആകെ മൊത്തം സൈലന്റ് ആവുകയും ചെയ്യും. നല്ല ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നല്ലോ. ഇപ്പോഴാണെങ്കിൽ ഒരു മനുഷ്യക്കുഞ്ഞൊരു ശബ്ദം പോലും ഇല്ല. ഇവരാകെ നല്ല പേടിക്കുകയും മെല്ലെ വാതിൽ തുറന്ന് പുറത്തേക്ക് വരികയും ചെയ്യാണ്. നോക്കുമ്പോൾ ടോയ്ലറ്റിനകത്തൊന്നും ആരും തന്നെ ഇല്ല. പുറത്തിറങ്ങി നോക്കിയപ്പോഴോ മാളിനകത്തും പുറത്തും ഒന്നും ഒരു മനുഷ്യൻ പോലും ഇല്ല. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങളൊക്കെ എവിടെ പോയി? ഇനി ഇത് വല്ല സ്വപ്നമാണോ? തങ്ങൾക്ക് മാത്രം എന്താ ഒന്നും സംഭവിക്കാത്ത? അവർക്കൊന്നും പിടികിട്ടാതെ നിൽക്കുകയാണ്. അങ്ങനെ രാത്രിയായപ്പോഴാണ് ഗെയിമിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെന്റ് വരുന്നത്. ഇവരെ കൂടാതെ വേറെയും ആരെങ്കിലും അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഇവരങ്ങോട്ട് ചെല്ലുകയാണ്. അവർ വിചാരിച്ച പോലെ തന്നെ അവിടെ വേറെയും ആളുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ആ ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഗെയിം കളിച്ചേ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതൊന്നും അവർക്ക് ഫസ്റ്റ് വിശ്വാസമായില്ലെങ്കിലും പിന്നീട് ബോധ്യമായി. ആ ഒരു ഗെയിം ഒരു ഒന്നൊന്നര മരണക്കളി തന്നെയായിരുന്നു. ശരിക്കും ഒരു ജീവൻ മരണ പോരാട്ടം. കളി തോൽക്കുന്നവരെല്ലാം അവരുടെ കൺമുന്നിൽ വെച്ച് മരിച്ചു വീഴുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവരങ്ങനെ ഫസ്റ്റ് ഗെയിമിൽ ജയിക്കുന്നത്. അപ്പോഴാണ് അവർക്ക് ഇതിന്റെ റൂൾസും കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് ഈ സ്ഥലത്ത് അതിജീവിക്കണമെങ്കിൽ ഈ ഗെയിമുകൾ കളിച്ചേ പറ്റത്തുള്ളൂ. ഓരോ ഗെയിമുകൾ ജയിക്കുമ്പോഴും നിങ്ങൾക്കൊരു വിസ ലഭിക്കും. എത്ര ദിവസങ്ങൾ നിങ്ങൾക്ക് ജീവനോടെ ഇരിക്കാം എന്നതിനുള്ള വിസ. വിസയിൽ പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം കഴിയുന്നതിന് മുമ്പേ മറ്റുള്ള ഗെയിമുകളിൽ കൂടി പങ്കെടുത്ത് ജയിച്ച് വിസയുടെ കാലാവധി നീട്ടണം. കളിയിൽ മത്സരിച്ച് തോറ്റാലും ഇനി കളിക്കാൻ വയ്യെന്ന് പറഞ്ഞ് പങ്കെടുക്കാതെ മാറി നിന്നാലും വിസയുടെ കാലാവധി കഴിഞ്ഞാൽ മരണം ഉറപ്പ്. ആകാശത്തുനിന്നൊരു ലേസർ വന്ന് ഇവരെ ഷൂട്ട് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആരാ ഇതൊക്കെ ചെയ്യുന്നത്, ഇത് എങ്ങനെയുള്ള സ്ഥലമാണെന്നുള്ളതിന് ഇവർക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. സോ ഇവർ ഇനി ഇവിടെ എങ്ങനെയാണ് സർവൈവ് ചെയ്യാൻ പോകുന്നത്? ആ ഗെയിമുകളിൽ നിന്നെല്ലാം എങ്ങനെയാണ് അവർ നേരിടാൻ പോകുന്നത്? ശരിക്കും ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങളൊക്കെ എവിടെയാണ് പോയത്? ഇതിന്റെയൊക്കെ പിന്നിലുള്ള രഹസ്യം എന്താണ്? അതൊക്കെയാണ് ബാക്കി സ്റ്റോറിയായിട്ട് വരുന്നത്. ഗെയിംസ് ഓരോന്നും വളരെ ത്രില്ലിംഗ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഫിസിക്കൽ ഗെയിംസ് മാത്രമല്ല, മൈൻഡ് ഗെയിംസും ഉണ്ട്. പിന്നെ ഹീറോയും ഹീറോയിനും കൂടാതെ മുന്നോട്ട് പോകുമ്പോൾ വേറെയും ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അവരുമായിട്ടൊക്കെ നമ്മൾ ഇമോഷണലി കണക്ട് ആവും. അതുകൊണ്ട് തന്നെ ചിലരുടെ എല്ലാം മരണം നമ്മളെ വേദനിപ്പിക്കുകയും ചെയ്യും. ശരി, അത് വിടിപ്പോ. ഈ സീരീസിന്റെ വിഷ്വൽസ്, മേക്കിംഗ് അതെല്ലാം കിടുവാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഈ സീരീസ് കണ്ടതിന് ശേഷം അഭിപ്രായം പറയൂ. ഇനി ഓൾറെഡി കണ്ടവരാണെങ്കിൽ സ്പോയിലേഴ്സ് ഒന്നും കൂടാതെ കമന്റ്സിൽ വന്ന് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയൂ. പിന്നെ ഈ സീരീസിലെ എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ ആണെന്ന് ചോദിച്ചാൽ ചിഷിയാന്നേ പറയത്തുള്ളൂ. ഹീറോ ഹീറോയിനൊക്കെ പൊളിയാണ് കേട്ടോ. എന്ന കൂടെ തന്നെ ചിഷിയുടെയും ക്യൂമയുടെയും ഒക്കെ ക്യാരക്ടർ സ്പെഷ്യൽ തന്നെയാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടറും താഴെ മെൻഷൻ ചെയ്യൂ. പിന്നെ നെറ്റ്ഫ്ലിക്സ് ഇതിന്റെ സീസൺ 3 ഉടനെ ഉണ്ടാവും. അതായത് 2025 തന്നെ റിലീസ് ഉണ്ടാവുമെന്ന് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സ്ക്വിഡ് ഗെയിമിന്റെ അത്ര പോപ്പുലാരിറ്റി കിട്ടിയിട്ടില്ലെങ്കിലും സ്ക്വിഡ് ഗെയിമിനോളം ഒരുപക്ഷെ സ്ക്വിഡ് ഗെയിമിനും ഒരുപാട് മേലെ തന്നെയാണ് ആരാധകർക്കിടയിൽ ഈ സീരീസിന്റെ സ്ഥാനം. സോ നമുക്ക് സ്ക്വിഡ് ഗെയിമിന്റെയും ആലീസ് ഇൻ ബോർഡർലാൻഡിന്റെയും രണ്ടിന്റെയും സീസൺ 3ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.